ഗൈസ്, അപ്പം പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇവിടെ ജോർജിയയിൽ പഠിക്കാൻ വരുന്നവരാണെങ്കിലോ പഠിക്കുന്നവരാണെങ്കിലോ ഉള്ള ചോദ്യമാണ് ഇവിടെ പാർട്ട് ടൈം ജോബ്സ് സ്റ്റുഡൻസിന് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് പലരും ചോദിക്കുന്ന ഡൗട്ട്. അതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ വിശദീകരിച്ച് പറയാൻ പോകുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. പലർക്കും ഡൗട്ടുണ്ട്, കമൻറ്റിലൂടെ എല്ലാവരും അറിയിച്ചായിരുന്നു. അപ്പം ഞാൻ ആ വീഡിയോ ഒരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ അടുത്ത് കമൻറ്റ് പലപ്പോഴും വരാറ് ഈ പാർട്ട് ടൈം ജോബ് സ്റ്റുഡൻസിന് എങ്ങനെയാണ് ഇവിടെ പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് കാര്യങ്ങൾ, അതിൻ്റെ ഒന്ന് ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് എല്ലാ ഡൗട്ടുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആവും. വേറെ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വിശദീകരിച്ച്, നിങ്ങൾക്ക് അവിടെയും ചെക്ക് ചെയ്യാം. ആ വീഡിയോകളെല്ലാം കാണാം. ഞാൻ ഇവിടെ വേണമെങ്കിൽ പറ്റുമെങ്കിൽ കൊടുക്കാം. അപ്പം നിങ്ങൾ അത് മിസ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് വേറെ വല്ല ഡൗട്ടും കൂടെ ഉണ്ടെങ്കിലും അതും ചോദിച്ചാൽ മതി. ഞാൻ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുന്നതാണ്. അപ്പം എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണുക. എന്നാൽ മാത്രമേ നമുക്ക് മാക്സിമം എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഓരോ കാര്യങ്ങളായിട്ട് പറയാം, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതിലൂടെ ഞാൻ മെയിനായിട്ട് പറയാൻ നോക്കുന്നത് ജോർജിയയിലെ സ്റ്റുഡൻസ് പാർട്ട് ടൈം ജോബിൽ കിട്ടുമോ, പിന്നെ എത്ര സാലറി വരെ കിട്ടാം, ഏതൊക്കെ ജോബുണ്ട്, അതിൻ്റെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുമോ, സ്റ്റഡിയും കാര്യങ്ങളും എല്ലാം നമ്മൾ പറയണം. അത് പറയുമ്പോൾ പിന്നെ എല്ലാം ഈ വീഡിയോയിൽ നമുക്ക് വിശദീകരിച്ച് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓരോന്നായിട്ട് പോവാം. ആദ്യത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ജോർജിയയിൽ പാർട്ട് ടൈം ജോബ് കിട്ടുമോ എന്ന് സ്റ്റുഡൻസിന്. അതെല്ലാവരും ഒരു ഇതാണ്. അപ്പം ഞാൻ പറയാം, സത്യം പറഞ്ഞാൽ കിട്ടാറുണ്ട്. അതിനൊരു ഡൗട്ടും കാര്യങ്ങളൊന്നും ആർക്കും വേണ്ട. പാർട്ട് ടൈം ജോബ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് പക്ഷേ കാനഡ, UK, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ വലിയ പാർട്ട് ടൈം മാർക്കറ്റുകളാണ് ഉള്ളത്. ഇവിടെ അതൊന്നും നിങ്ങൾ പ്രതീക്ഷിച്ച് വരല്, അതിനുള്ള ഇതുമില്ല. അതൊക്കെ അപേക്ഷിച്ച് നോക്കണമെങ്കിൽ നല്ല കുറവാണ്. വെളിരാജ്യത്ത് കൂടുതൽ കിട്ടും ബാക്കി യൂറോപ്പ് കൺട്രികളിൽ. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എന്തൊക്കെയാണ് ഇവിടുത്തെ ജോബ് അവൈലബിലിറ്റി എന്നും കൂടെ ഞാൻ ആദ്യം പറയാം. നിങ്ങൾ ഫുള്ള് കേൾക്കണം, എന്നാൽ മാത്രമേ ഞാൻ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യമേ ഞാൻ ഓർഡറായിട്ട് പറഞ്ഞു പോവുക. ഇതിൻ്റെ ഇടയിലും പറയുന്നുണ്ട് ഇതിൻ്റെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ, അതെല്ലാം നിങ്ങൾ കേൾക്കണം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ജോബ് അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ റെസ്റ്റോറൻറ്റ്, കഫേ, ഡെലിവറി, കസ്റ്റമർ സർവീസ്, സെയിൽസ്, പിന്നെ കോൾ സർവീസ് ഉണ്ട്, അതുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ വർക്ക്, ഫ്രീലാൻസിങ്, അതൊക്കെ ഇവിടെ കിട്ടും. പിന്നെ എല്ലാവരും ഒരു ചോദ്യമായിരിക്കും, ഇംഗ്ലീഷ് മാത്രം അറിയാമെങ്കിൽ ഇവിടെ ജോലി ചെയ്യാൻ പറ്റും. ഇതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം ഇവിടുത്തെ, മനസ്സിലായ? ടിബിലിസി പോലുള്ള സ്ഥലങ്ങളിൽ ചില ജോലികൾ ഇംഗ്ലീഷ് ഉപയോഗിച്ച് ചെയ്യാം. ചില ജോലികൾ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. ചിലവർക്ക് ജോർജിയനും കൂടെ അറിയണം. കാരണം ഇവിടെ കൂടുതലുള്ള ആൾക്കാർക്കും ജോർജിയൻ ഭാഷയാണ് അറിയാന്നുള്ള, ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. അത് ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നമാണ്. അത് നിങ്ങൾ മാക്സിമം അത് മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിലോ കാര്യങ്ങൾ ചെയ്യണമെങ്കിലോ. അവരല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. പിന്നെ ജോർജിയൻ അറിയാമെന്നെങ്കിൽ നോക്കൂ, അതെല്ലാം നോക്കും. ഞാൻ എന്തായാലും കഴിഞ്ഞ വീഡിയോ പറഞ്ഞു തരുന്നത് അത് ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് കേട്ടോ. പലർക്കും ഒരു ജോർജിയൻ കുറച്ച് ലാംഗ്വേജുകൾ ബേസിക് ആയിട്ട് ഇവിടെ വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ലാംഗ്വേജുകൾ അല്ലെങ്കിൽ വാക്കുകൾ, അത് ഞാൻ പഠിപ്പിക്കും. ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യും. ഓക്കെ, അത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തോ. അപ്പോൾ ഇവിടെ പാടാണ്. പിന്നെ ജോർജിയൻ അല്ലെങ്കിൽ റഷ്യൻ ഭാഷ അറിയുന്നത് കൂടുതൽ അവസരങ്ങൾ ഇവിടെ കിട്ടും. അത് പാടാണ്. ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് ഇവിടെ ഏറ്റവും ടഫസ്റ്റ് ലാംഗ്വേജാണ് ജോർജിയൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പാടാം. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, സ്റ്റുഡൻസ് ഇവിടെ എന്തൊക്കെയാണ് കോമൺ ജോബ് സ്റ്റുഡൻസിന് ഇവിടെ ചെയ്യുന്ന. അത് കഫേയിൽ സ്റ്റാഫായിട്ട് നിൽക്കാം. ഇവിടെ കുറേ മലയാളി കടകളുണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് നോക്കണമെങ്കിൽ റെസ്റ്റോറൻറ്റ്സ്, അത് തന്നെ റെസ്റ്റോറൻറ്റ്സ്, പിന്നെ മലയാളികൾ നടത്തുന്ന കടകൾ, അവിടെ എല്ലാം പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യും. നമുക്ക് അവിടെ ആയിട്ട് സ്റ്റാഫായിട്ട് നിൽക്കാം. ഹെൽപ്പർ, പിന്നെ റെസ്റ്റോറൻറ്റ് ഹെൽപ്പർ, ഈ കഫേ സ്റ്റാഫായിട്ട് ഓർഡർ ടേക്കിംഗ്, ക്ലീനിങ്, സർവിങ്, അതൊക്കെ കിട്ടുള്ളൂ. അതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട. റെസ്റ്റോറൻ്റ് ആണെങ്കിലും കിച്ചൺ സപ്പോർട്ട്, ക്ലീനിങ്, സർവിങ്, അതെല്ലാം കിട്ടും. പിന്നെ ഡെലിവറി ജോബ്സ് ഉണ്ട്, ഫുഡ് ഡെലിവറി, അത് ബോൾട്ട് ആൻഡ് അതുവഴിയൊക്കെ ഫുഡ് കൊടുക്കാം. ഗ്ലോവോ അങ്ങനെയൊക്കെ കുറേ ആപ്പുകളുണ്ട്. അതിലൊക്കെ കയറി നമുക്ക് അങ്ങനെ ഡെലിവറി ചെയ്യാം. പിന്നെ പാക്കേജ് ഡെലിവറി, അതൊക്കെ ഉണ്ട്.
പിന്നെ ടെലിഗ്രാമിൽ ഒരു സാധനം വന്നിട്ടുണ്ട്, അതിലൊന്നും ആരും പോയി പെടല്, ഇവിടെ അത് സ്കാമാണ്. അത് മറ്റേ സാധനം വിൽക്കണത്, അതിൽ പോയി പെടാൻ ആരും ചെയ്യല്, അതൊരു ഡിസ്ക്ലൈമറാണ്. ഓക്കെ, അത് നിങ്ങൾ ആരും ഇവിടെ വന്നാൽ ചെയ്യല്. അത് കിട്ടിയ പാർട്ട് ടൈം അല്ല, അത് നിങ്ങൾ ഇവിടെ ചെയ്താൽ ഇപ്പോൾ ഇവിടെ പോലീസിന് നല്ല ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്, അതൊന്നും നിങ്ങൾ ചെയ്യല്, ഇത്രേ പറയുള്ളൂ. പിന്നെ സോഷ്യൽ മീഡിയ ജോബുണ്ട്, കണ്ടന്റ് ക്രിയേഷൻ, എഡിറ്റിംഗ്, ആരെങ്കിലുമൊക്കെ പറഞ്ഞ് അത് ചെയ്യാം, പേജ് മാനേജ്മെൻറ്റ് അതൊക്കെ ചെയ്യാം, ഫ്രീലാൻസിങ്, വീഡിയോ എഡിറ്റിംഗ്, ഗ്രാഫിക് ഡിസൈൻ, കണ്ടന്റ് റൈറ്റിംഗ്, പ്രോഗ്രാമിങ്, അതൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ചെയ്യുന്നവർ ആഗ്രഹമുള്ളവർക്കൊക്കെ ചെയ്യാം. അതൊക്കെ പഠിത്തത്തിൻ്റെ കൂടെയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ സാലറി എത്ര കിട്ടും, അതെല്ലാവർക്കും ഉള്ള ഒരു ചോദ്യം. സാലറി, ജോലി, സമയം, ഇവിടെ സമയം അനുസരിച്ചാണ്. 6 മണിക്കൂർ ചെയ്താൽ ഇത്ര ലാറി തരും, ഇവിടുത്തെ കറൻസി എന്ന് പറഞ്ഞ ലാറിയാണ്, ഇത്ര ലാറി തരും എന്ന് പറയും. അതനുസരിച്ച് നമ്മൾ ജോലി ചെയ്യണം, എന്നാൽ അതനുസരിച്ച് കിട്ടും. പിന്നെ എക്സ്പീരിയൻസ്, അതൊക്കെ അനുസരിച്ചാണ് നമുക്ക് മാറിക്കൊണ്ടിരിക്കും, പൈസയുടെ കാര്യം മാറും. പിന്നെ പാർട്ട് ടൈം ജോലി സാധാരണ ഫുൾ ടൈം സാലറിനേക്കാൾ കുറവായിരിക്കും, അത് നിങ്ങൾ അറിയാമല്ലോ. പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ കുറവാണ്. അതുകൊണ്ട് ആദ്യം ബഡ്ജറ്റ് പ്ലാനിങ് ചെയ്തിട്ട് വേണം നിങ്ങളിവിടെ ഇതാവാൻ, മനസ്സിലായി, ഓരോ ജോലിക്ക് പോകുമ്പോൾ. അതാണ് മെയിൻ. പിന്നെ മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്നത് സ്റ്റഡിയും ജോബും ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. പല സ്റ്റുഡൻസിനെ പല രീതികളാണ്, ചിലവർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും, ചിലവർക്ക് അത് പറ്റില്ല. അപ്പോൾ അതനുസരിച്ച് അതിനോടുള്ള താല്പര്യമുള്ളപ്പോൾ പൈസ എന്ന് വെച്ചാൽ എക്സ്ട്രാ ഒരു ഇൻകം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾ അത് തന്നെ ചെയ്യണം. പിന്നെ മോർണിംഗ് ക്ലാസ് ഉണ്ട്, ചിലവർക്ക് ഈവനിങ് വർക്ക് ചെയ്യാം, മോർണിംഗ് ക്ലാസ് ഉള്ളവർക്ക് ഈവനിങ് വർക്ക് ചെയ്യാം, ഈവനിങ് ക്ലാസ് ഉള്ളവർക്ക് മോർണിംഗ്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കെഡ്യൂൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് പോവാം. പിന്നെ ഇല്ലെങ്കിൽ ചിലവർ വീക്കെൻഡ് വർക്ക് ചെയ്യാറുണ്ട്, സാറ്റർഡേ സൺഡേ മാത്രം, അപ്പം ലീവാണ് ഇവിടെ. അത് കാരണം അങ്ങനെ ചെയ്യാറുണ്ട്. അക്കാഡമിക്സ് നിങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യല്ലേ, മനസ്സിലായോ? അത് വെച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്യല്ലേ, നമ്മളിവിടെ പഠിക്കാനാണ് പറഞ്ഞത്, അപ്പോൾ അത് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക, അതാണത്. പിന്നെ ജോബ് കണ്ടെത്തണം എങ്ങനെയാണെന്ന് പലരും ചോദിക്കും. അതൊക്കെ സിമ്പിളാണ്. ഇവിടെ കുറേ ആപ്പുകളുണ്ട്, ഫ്രണ്ട്സ് നെറ്റ്വർക്ക് ത്രൂ നമുക്ക് കണ്ടു ചെയ്യാം. ആർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കും, ഇവിടെ കൂടുതൽ നേരത്തെ പഠിച്ച ആൾക്കാർക്കോ ആർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കും. ഫ്രണ്ട്സ് വഴിയാണ് ഇവിടെ പലർക്കും ജോലി കിട്ടുന്നത്. പിന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്, അതിൽ മെയിനായിട്ട് ജോർജിയ ജോബ്സ് ഗ്രൂപ്പ്, job.ge അടിച്ചു നോക്കിയാൽ അതിൽ വരും. പിന്നെ സ്റ്റുഡൻസ് ഗ്രൂപ്പ് ഉണ്ട്, ലോക്കൽ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അടിച്ചാൽ ഫേസ്ബുക്കിൽ കിട്ടും. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റിലൂടെ അറിയിച്ചാൽ ഞാനപ്പോൾ പറയുന്നതാണ്. പിന്നെ ഡയറക്റ്റ് വിസിറ്റ് വഴി എന്ന് വെച്ചാൽ നമുക്ക് പോയി സംസാരിച്ച്, റെസ്റ്റോറൻറ്റൊക്കെ പോയി സംസാരിച്ച് CV ഒക്കെ കൊടുക്കണം. നമ്മളെ CV ഒക്കെ സബ്മിറ്റ് ചെയ്ത് അവർക്ക് ഓക്കെ ആണെങ്കിൽ നമ്മളെ വിളിക്കും, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾ സ്റ്റുഡൻസ് കൂടുതൽ മിസ്റ്റേക്ക് ഇതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. സ്റ്റുഡൻസ് അറൈവൽ ഡേ മുതൽ തന്നെ നല്ല രീതിയിൽ അവിടെ സാലറി ഇതാക്കും, ഇപ്പം നോക്കിയാലോ അത് പറ്റില്ല. പിന്നെ ഫേക്ക് ഏജൻസ് ആയിട്ട് വിശ്വസിക്കല്, ലാംഗ്വേജ് ബാരിയർ അതും ചെയ്യല്, സ്റ്റഡി നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യല്. പിന്നെ ഇല്ലീഗൽ വർക്കുകൾ ഞാൻ പറഞ്ഞ പോലെ ടെലിഗ്രാം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ പോയി പെടല്, ദയവേത് പെടല്. ഇപ്പോൾ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അതും ഞാൻ ചെയ്യാം. ഇനിയിപ്പോൾ അതിനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തൊരു വീഡിയോ ഞാൻ ചെയ്യാം. എന്തായാലും ഇതൊക്കെയാണ് ഇപ്പം മെയിൻ, അതുകൊണ്ട് അത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ അടുത്ത ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ നമ്മളറിയാൻ സത്യത്തിൽ ഇപ്പം എന്താണ് ഇവിടുത്തെ അവസ്ഥയെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ജോർജിയ പാർട്ട് ടൈം ജോബ് കിട്ടും, പക്ഷേ ഗ്യാരണ്ടി ഇപ്പം ഇല്ല. ഇപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നം, ആദ്യ മാസം തന്നെ ജോലി കിട്ടുമെന്ന് കരുതരുത്. കൂടുതൽ സ്കില്ലുള്ളവർക്കായിരിക്കും കിട്ടുന്നത്. അതൊക്കെ തന്നെയാണ് മെയിൻ പോയിന്റ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇപ്പോൾ വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. അതില്ലാതെ ഇപ്പം ഇവിടെ ജോലി കൊടുക്കൂല. വെളിയിലുള്ളവർക്കാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും ആർക്കും ഇവിടെ ജോലി കൊടുക്കൂല. പക്ഷേ ചില സ്ഥലങ്ങൾക്ക് ഇത് അറിയാതെ കൊടുക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ അവർ പറയും നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാം എന്നും പറയുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങളത് പോയി പെടാൻ, മനസ്സിലായ? പിന്നെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നവർക്ക് അത് വേണ്ട എന്നും ഇവിടുത്തെ ഗവൺമെൻറ് ഓഫീസ് പറയുന്നുണ്ട്. അത് ഞാൻ ഒന്നും കൂടെ അന്വേഷിച്ചിട്ട് ക്ലിയർ ആക്കാം, അല്ലെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുമ്പോൾ ഞാൻ അതിലൂടെ മറുപടി പറയുന്നതാണ് എല്ലാവർക്കും ആവശ്യമുള്ളവർക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ. അപ്പം നിങ്ങൾ വിടല്, ദയവേത് അത് വിടല്. ഇപ്പം ഇവിടെ വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യാം എന്ന് ആരും വിചാരിച്ച് വരല്ലേ. വർക്ക് പെർമിറ്റ് വേണം. ഇവിടെ പല റൂൾസും എപ്പോൾ വേണമെങ്കിലും പല രീതിയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതും കൂടെ നിങ്ങൾ ആലോചിക്കണം. എപ്പോൾ വേണമെങ്കിലും മാറാം. ഇവിടെ എപ്പം വന്നതാണിത്, മാർച്ചിൽ വന്ന റൂളാണ് ഈ റൂള്. വർക്ക് പെർമിറ്റ് ഇല്ലാതെ ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പം അതത്ര സ്ട്രിക്റ്റ് ആക്കിയ റൂളാണ് ഇപ്പോൾ ഇവിടെ. അതെന്ന് പറഞ്ഞാൽ വൻ പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ള ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല. അതിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽ. അപ്പം നമുക്ക് അതിൽ നോക്കാം. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം, അതും കൂടെ നിങ്ങൾ ചിന്തിക്കണം.
അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ലേറ്റസ്റ്റ് ഇമിഗ്രേഷൻ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് റൂൾസ് സൈറ്റിലുണ്ട്, അതിൽ കയറി അടിച്ചു നോക്കണം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി ഇൻ്റർനെറ്റിൽ, അതിൽ തന്നെ വരും ഗൂഗിളിൽ. നിയമങ്ങൾ ഇവിടെ എപ്പോഴും വേണമെങ്കിലും മാറാം, അതനുസരിച്ച് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം, എന്നിട്ട് വേണം നിങ്ങൾ അത് ചെയ്യാൻ. അല്ലാതെ ഇപ്പം നോക്കണമെങ്കിൽ ഇവിടെ ജോബൊക്കെ ഉണ്ട്, അല്ലാതെ തന്നെ കുറേ ആൾക്കാരുകൾ ചെയ്യുന്നുണ്ട്. വർക്ക് പെർമിറ്റ് എടുക്കാനും പറ്റും 2 ദിവസത്തിനുള്ളിൽ. അത്ര ഞാൻ ഡീറ്റെയിൽ അതിൽ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. പിന്നെ അതിൻ്റേതായ ഒരു രീതികളുണ്ട്. അത് വർക്ക് പെർമിറ്റ് ഇവിടെ ഒരു സ്ട്രിക്റ്റ് ആക്കാനുള്ള കാരണം ബിക്കോസ് ഇവിടുത്തെ ആൾക്കാർക്ക് അതിൻ്റേതായ ജോലി കൂടുതൽ കിട്ടുന്നില്ല, അത് കാരണം നമുക്ക് പാടാണ്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ വർക്ക് പെർമിറ്റ് കൊടുക്കുമെന്ന് പറയും, അതിനെ നമുക്ക് വിശ്വസിച്ച് കയറാം, അല്ലെങ്കിൽ അതിന് നമുക്ക് തരും. അപ്പോൾ പോലീസ് വന്നാലും വേറെ വിഷയങ്ങൾ കാണൂല. അതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ജോലികളും കാര്യങ്ങളും എല്ലാം. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു ഞാൻ എല്ലാ ആൾക്കാർക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. ഒരു മടിയും വിചാരിക്കേണ്ട, ഞാൻ അപ്പം തന്നെ റിപ്ലൈ തരുന്നതാണ്. ഞാൻ കണ്ടാൽ അപ്പം തന്നെ ഉടനെ തരും, അതുകൊണ്ട് നിങ്ങൾ അതൊന്നും പേടിക്കേണ്ട. പിന്നെ എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം, ഞാൻ അതും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.